നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 28 ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ദിവസമാണിത്. ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശ്രമിക്കുക. ബന്ധുക്കളുമായി കലഹങ്ങൾക്കോ ശത്രുഭയത്തിനോ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുന്നത് ഉചിതമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽ വിജയവും പ്രശസ്തിയും തേടിയെത്തുന്ന ശുഭദിനമാണിത്. വിവാഹ ആലോചനകളിൽ തീരുമാനമാകാനും ദാമ്പത്യ ഐക്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കാനും സർക്കാർ ജോലി ലഭിക്കാനും യോഗമുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ജീവിത പങ്കാളിക്കോ അടുത്ത ബന്ധുക്കൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാനിടയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, ഭക്ഷ്യവിഷബാധ എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണം. യാത്രകളിലും അഗ്നിസംബന്ധമായ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ഭക്ഷണസുഖവും യാത്രാസുഖവും അനുഭവപ്പെടും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടയുള്ള ദിവസമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. നിയമപരമായ തർക്കങ്ങളിൽ വിജയമുണ്ടാകുകയും സാമ്പത്തിക ലാഭം കൈവരുകയും ചെയ്യും. സന്താന ഭാഗ്യത്തിനും വിവാഹ നിശ്ചയത്തിനും അനുകൂല സമയമാണ്. വ്യാപാരികൾക്ക് ബിസിനസ്സിലെ മാന്ദ്യം മാറി പുരോഗതി ദൃശ്യമാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വരവും ചെലവും തുല്യമായിരിക്കും. യാത്രകൾ വിജയകരമാകാൻ പ്രതീക്ഷിച്ചതിലും അധികം പ്രയത്നിക്കേണ്ടി വന്നേക്കാം. അർശസ്, ഉദരരോഗങ്ങൾ എന്നിവയുള്ളവർ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ഉറക്കക്കുറവും ചെറിയ മനോവിഷമവും അലട്ടിയേക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനാവശ്യമായ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും ദൈവാധീനത്താൽ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തീർത്ഥയാത്രകൾക്കോ ഉല്ലാസയാത്രകൾക്കോ അവസരം ലഭിക്കും. ദീർഘകാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടുമുട്ടും. തൊഴിൽ വിജയവും ബിസിനസ്സിൽ വലിയ പുരോഗതിയും സാമ്പത്തിക ലാഭവും കൈവരും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ജീവിതത്തിൽ ചില മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും മനസ്സമാധാനം ലഭിക്കുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ചില വീഴ്ചകളോ പ്രയാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചതിക്കുഴികളിൽ പെടാതെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ വഴി ദോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാം. തൊഴിലിടങ്ങളിൽ മേലധികാരിക്ക് വിശദീകരണം നൽകേണ്ട സാഹചര്യം വന്നേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കടബാധ്യതകളിലോ ലോൺ സംബന്ധമായ കാര്യങ്ങളിലോ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ രേഖകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ ഭക്ഷണ കാര്യങ്ങളിൽ ശുചിത്വം പാലിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും. ഉപരിപഠനത്തിനായി വിദേശയാത്രയ്ക്കോ വിദേശ വാസത്തിനോ യോഗമുണ്ട്. പ്രശസ്തിയും ജീവിത സൗഭാഗ്യങ്ങളും വർദ്ധിക്കും. ദാമ്പത്യത്തിൽ ഐക്യവും സാമ്പത്തികമായ വലിയ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.